എൻ്റെ പേര് ജലീൽ എന്നാണ്. മാരാമംഗലത്താണ് എൻ്റെ വീട്. എൻ്റെ സ്ഥാപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലെ മേഖലയാണ്, ലൈഫ് ഇൻഡസ്ട്രിയിൽ. മാരാമംഗലം ചെപ്പശ്ശേരി നെല്ലായെന്ന് മാരാമംഗലമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാരാമംഗലം അടിവാരം എന്നറിയും. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പരമായിട്ട് ഉള്ള വർക്കുകൾ മാത്രമല്ലാതെ ഇൻഡസ്ട്രിയിലെ ഫർണിച്ചർ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ വീട് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമല്ലോ, ആ പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരിക്ക് DJ വണ്ടികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. DJ അതിൻ്റെ ഫുൾ സെറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവന്റ് വർക്കുകൾക്ക് വേണ്ട സ്റ്റേജ് ഇതിനുള്ള ഫ്ലവർ ആർച്ച് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. സാർ, ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? എങ്ങനെയാണ് ഈ മേഖല തെരഞ്ഞെടുക്കാൻ കാരണം? ഞാനിപ്പോ ഈ മേഖലക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ നാട്ടിലായിട്ട്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വർക്ക് ഉണ്ടല്ലോ, വലിയൊരു 8 ഏക്കറൊക്കെ എടുത്തിട്ട് അതിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വർക്കുകളായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ തിരിച്ചു നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഇവിടെ തന്നെ ഈ സ്ഥാപനമായിട്ട് ഇവിടെ തുടങ്ങിയിട്ട്. അതിന്റെ പുറമെ എനിക്ക് ഇവിടെ തന്നെ ഇൻഡസ്ട്രിയിലെ പരിപാടി അല്ലാതെ ഒരു ഇവന്റിന്റെ വർക്ക് ഉണ്ടായിരുന്നു. അതിനായി ഇവന്റിന്റെ വർക്കാണ് ഇവിടെ ചെയ്തിരുന്നത്. അത് ഇവിടെ പട്ടിശ്ശേരി പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും പാടെ ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാർ സെലക്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്? അത് വ്യത്യസ്തമായ ഡിസൈനുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഉണ്ടാക്കുകയല്ല. നമ്മൾ ഓൾറെഡി ഈ ഇവന്റിന്റെ മേഖല ആദ്യം തന്നെ ഉള്ള ആളാണ്. അപ്പൊ നമുക്കൊരു ഇവന്റിലേക്ക് വേണ്ട ബേസിക്കലി ഒരു ഐഡിയ നമുക്ക് ആദ്യം തന്നെ ഉണ്ട്. കാരണം ചെറുപ്പം മുതലേ ഇൻഡസ്ട്രിയിൽ ഇവന്റിന്റെ വർക്കിനാണ് നമ്മൾ വെക്കേഷനിലടക്കം, സ്കൂൾ വെക്കേഷനിലടക്കം പോയിട്ട് എടുത്തിരുന്ന ഒരു വർക്കാണ് ഇവന്റിന്റെ വർക്ക്. ആ ഒരു താല്പര്യപ്രകാരമാണ് നമ്മൾ ഇവന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ നല്ലൊരു ഡിസൈൻ കാണുമ്പോഴോ ഇതാകുമ്പോഴോ എവിടെ ഒരു പരിപാടിക്ക് പോകുമ്പോഴോ നമ്മൾ എല്ലാ ഡിസൈനും ഒന്ന് ശ്രദ്ധിക്കും. ആ ഒരു ഡിസൈനിന്റെ പ്രിന്റ് എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ അതിന്റെ അളവും കാര്യങ്ങളും കണക്കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നു മാത്രം. ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ എന്തൊക്കെ വർക്കുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻഡസ്ട്രി ബേസ് വരുമ്പോ ഇപ്പൊ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് DJ വണ്ടിക്കാരുണ്ടല്ലോ. ഇപ്പൊ വലിയ നമ്മളെ കാളവേലക്കൊക്കെ ബോക്സ് കെട്ടിയിട്ട് വരുമല്ലേ DJ വണ്ടി, ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഇൻഡസ്ട്രിയിലെ ഫർണിച്ചർ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ ഊഞ്ഞാല്, കട്ടില്, ഒരു വീട്ടിൽ വേണ്ട എല്ലാ ഫർണിച്ചർ ഐറ്റംസും ചെയ്യുന്നുണ്ട്. അതേമാതിരി പഴയ വീടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ വീടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വീടായിട്ടാണല്ലോ ഇപ്പോൾ ഒരുപാട് വീടുകൾ മാറുന്നത്. അതിൻ്റെതായ ഡിസൈൻ ഇപ്പോൾ ഫ്രെയിം ഹൗസ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൂ ഈ പരിപാടി കണ്ടിട്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഫ്രെയിം ഹൗസ് ഞാൻ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞത് കണ്ടില്ല. 2-3 വർക്ക് ഇവിടെ ഡ്രോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണോ അത് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട് വന്നെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വർക്കുകളാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളെ ഈ ഭാഗത്തേക്ക് ആർക്കും അതിന്റെ ഒരു പരിചയക്കുറവുണ്ട്. നമ്മൾ തന്നെ ഒരു എണ്ണപ്പോ കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥലം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്കടിയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഫ്രെയിമില് ഒരു 4 സെന്റ് സ്ഥലത്ത് 5 സെന്റ് സ്ഥലത്തൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു പരിപാടിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള പരിപാടിയുണ്ട്. അത് നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വെച്ചാൽ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും, കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ഇപ്പോഴത്തെ ജനങ്ങൾ വിശ്വസിക്കുള്ളൂ. പണ്ടൊരു കാലത്ത് നമ്മൾ ആരെങ്കിലും ഞാനത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിശ്വസിക്കും. ഇപ്പൊ ഒരാളും വിശ്വസിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് സ്വന്തമായിട്ട് ഇത് വർക്ക് കാണിച്ചു കൊടുക്കല് നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുകൊണ്ട് കുറച്ച് സ്ഥലം നമ്മൾ ഓണർമാരോട് ചോദിച്ചിട്ടുണ്ട്. അവർ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രെയിം ഹൗസ് ആയിട്ട് കയറ്റിയിട്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചിട്ട് ആ മേഖലയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റൈൽ മേഖല, അതായത് വെൽഡിംഗ് റാഡ് വെച്ചിട്ട് കുത്തിയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ സ്റ്റാഫിന് അറിയില്ലെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് 1, 2, 3 വട്ടം മറ്റുള്ളവരോട് അന്വേഷിച്ചിട്ടാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളോട് മടിയൊന്നും കരുതാറില്ല. നമ്മൾ ഇതിന്മേ കുറച്ച് കാലഘട്ടമായിട്ടുള്ളൂ നമ്മൾ ഇതിന്മേ വന്നിട്ട്. സ്വാഭാവികമായിട്ട് വന്ന് പെട്ടുപോയതാണ് ഈ ഒരു മേഖലമേ. ചെറുപ്പം മുതലേ ഇഷ്ടമുണ്ടാകുന്ന ഒരു മേഖലയാണ്. പിന്നെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നപ്പോൾ ഓൾറെഡി ഇപ്പൊ ഞാൻ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇതിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കുന്നത്. അതായത് ഒരു വെൽഡിംഗ് റാഡിന് MM കണക്കുണ്ടെന്ന് മനസ്സിലായത് ഈ മേഖല വന്നിട്ടാ. അതായത് നമ്മളിത് മേഖല പഠിച്ചു വന്നതല്ല, ആഗ്രഹപ്രകാരം വന്നു. ഇപ്പൊ അതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞാൻ സ്വതവേ ആൾക്കാര് ലേലം വിളിക്കുന്ന പരിപാടിക്ക് പോകാറില്ല. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന വർക്കുമ്പോൾ കൂടെ നമ്മൾ പോകാറുമില്ല. അതിപ്പോ ഞാൻ എന്താ ചെയ്യുമ്പോൾ ഏതൊരു വർക്കാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പൊ ഊഞ്ഞാലാണ്, ഈ ഒരു കസാലാണെങ്കിൽ എല്ലാത്തിലും അതിൻ്റെതായൊരു
തലവേദനയുള്ള കേസിന്റെ വർക്കുകളാണ് നമ്മൾ എടുക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളാകുമ്പോൾ വേറെ ആരും അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടും. ആരും ചെയ്യാത്ത വർക്കുകൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏത് വർക്കുമൊക്കെ ചാടി കയറുന്നത്. ഇപ്പൊ ഞങ്ങള് ഇവിടെ നിലമ്പൂര് അടുത്തൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രെയിമിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഇപ്പൊ അതിന്റെ അടിയിൽ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളാവുകൊണ്ടൊന്നും മാറി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വർക്കിന് ഇപ്പൊ ഈ ആഴ്ചയായിട്ട് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏത് വർക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണെങ്കിൽ നമ്മൾ ചെയ്യും. ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ നമുക്ക് നിൽക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് അതിന്റെ ഇത്. കാരണം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തം വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മേഖല നിന്നിട്ട് കാര്യമല്ലോ. എന്ത് വർക്കാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഫാമിലിയെ കുറിച്ച് പറയാം. ഫാമിലി ആരൊക്കെ ഉള്ളത്? എന്റെ ഫാമിലിയിൽ എനിക്ക് 3 കുട്ടികളുണ്ട്. പെൺകുട്ടികളാണ്. ഭാര്യ, പിന്നെ ഉമ്മ മരണപ്പെട്ടു. പിന്നെ ഏട്ടന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്. 3 ഏട്ടന്മാരും 3 പെങ്ങന്മാരുണ്ട്. വലിയൊരു കുടുംബത്തിലെ ഏറ്റവും ചെറുതാണ് ഞാൻ. കേരളവും പുറത്തു പോയിട്ടുള്ള വർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും? കേരളത്തിൽ പുറത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എത്രയാണോ നമ്മൾ എമൗണ്ട് പറയുന്നത് അത് ജനങ്ങൾ തയ്യാറാണ്. കാരണം ചിലപ്പോൾ ബാംഗ്ലൂരിൽ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വരുമാനം കൂടുതലാണ്, പക്ഷെ ചെലവ് അതിലും കൂടുതലാണ്. നമ്മുടെ നാട്ടിലാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇപ്പൊ നമ്മളെ മലയാളീസിന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 2-3 സ്റ്റാഫുകൾ വന്നിട്ട് ഇവിടെ ഉള്ള സ്റ്റാഫിനെ കൂടി വലിച്ചാണ് കൊണ്ടുപോയത്, ഹിന്ദിക്കാരടക്കം. അപ്പോൾ ഒരു മേഖലമേ ആദ്യം വേണ്ടത് മലയാളീസ് കണ്ടമാനുണ്ട്. ഇപ്പൊ ആർക്കും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് ഇപ്പൊ ഇതില് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് കമ്മിയാണ്. പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ ഇപ്പൊ എന്താ നമുക്ക് പറഞ്ഞു കൊടുത്താൽ ചെയ്ത് തരുന്ന പണിക്കാർ മാത്രം മതി. ഓവറായിട്ട് ബുദ്ധിയും കാര്യങ്ങളും വെച്ചിട്ട് ഇതിന് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരൊന്നും വേണമെന്നില്ല. നമുക്ക് ഇന്നോടത്ത് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കട്ട് ചെയ്ത് ബെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി തരുന്ന പണിക്കാരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫിന് വർക്ക് കൊടുക്കാം. അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, താമസിക്കാൻ സൗകര്യം എല്ലാം ചെയ്ത് കൊടുക്കാം. വർക്കേഴ്സിന്റെ ഒരു കമ്മിയാണ് ഇപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് വരുന്നത്. വർക്ക് കമ്മിയായിട്ടല്ല. സാറിന്റെ ഒരു ഡ്രീം എന്തോ, ലക്ഷ്യം തന്നെ? ലക്ഷ്യം എന്ന് പറയാൻ മാത്രമുള്ള വലിയ ആഡംബര ലക്ഷ്യമൊന്നുമില്ല. സ്വന്തമായി ഒരു സമാധാനം, സന്തോഷമുള്ള ഒരു അന്തരീക്ഷം. നമ്മൾ ഇന്ന് ജീവിക്കേണ്ട ഹാപ്പിയായിട്ട് ജീവിക്കുക. നാളെ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ജീവിതം അത് വേറെ ഒന്നും നോക്കരുത്. ഇന്ന് ജീവിച്ചോ, നാളെ കിട്ടിയ സന്തോഷം ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. അങ്ങനെ കണക്കൂടി ജീവിച്ചു പോവാ. ഇപ്പൊ ഇവന്റിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്? അപ്പൊ ഉണ്ട്. നമ്മളിപ്പോ ഇവന്റിന്റെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാഫിന്റെ പ്രശ്നം പറഞ്ഞല്ലേ, ഇപ്പൊ വർക്കുകൾ വരുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അതല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി ചെല്ലണം. അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ വെൽഡിങ്ങാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളെ സ്റ്റാഫാണ്, അവൻ തന്നെയാണ് ഇപ്പൊ ഞങ്ങള് ഇവന്റിന്റെ വർക്ക് ഉണ്ടെങ്കിൽ വെല്ലിനും പോണത്. ഇവന്റിലേക്ക് വരുമ്പോ എന്തൊക്കെ വർക്ക് ചെയ്യണത്? ഇവന്റിന് ഇപ്പൊ നമ്മള് സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും ഇവന്റ് മൊത്തത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് കസ്റ്റമർ എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഒരു ഭാഗം നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു കസ്റ്റമർ ആവശ്യപ്പെടുകയാണ് വീട്ടിൽ പന്തൽ മാത്രം മതി, അത് ചെയ്യും. അവർക്ക് ഓഡിറ്റോറിയം സ്റ്റേജ് വേണം, അത് ചെയ്യും. അവർക്ക് പോകാൻ വണ്ടികൾ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഫുഡിന്റെ കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. കസ്റ്റമർക്ക് എങ്ങനെയാണോ വേണ്ടത്, അത് കസ്റ്റമർ എന്താ പറഞ്ഞാല് അതിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാറ്. അല്ലാതെ മറ്റുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു പോരല്ല. കസ്റ്റമർ ആഗ്രഹം എന്താണോ അത് നമ്മളെ വീട്ടിലൊരു ഇവന്റ് ആക്കിയിട്ട് നമ്മൾ കണക്കൂട്ടിയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം സാറ്. ഇത് ചെപ്പശ്ശേരിയാണ്. നമ്മളിപ്പോ പറയുമ്പോൾ അഡ്രസ്സ് ചെപ്പശ്ശേരി എന്ന് പറയുമ്പോൾ ചെപ്പശ്ശേരി നെല്ല പള്ളിപ്പടിക്കത്ത് മപ്പാട്ടുകര റോഡ്, മാരായമംഗലം ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ തന്നെ ലൈഫ് ലൈൻ ഇൻഡസ്ട്രിയിലും ലൈഫ് ലൈൻ ഇവന്റും 2 ബോർഡ് കാണാം. വരുന്ന വൈക്കന്നെ ഇതേമാർക്ക് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയും ഒരു പന്തലിലും കാണുന്നവർക്ക് വരുന്നവർക്ക് ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.